എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ അർച്ചന. ഞാനൊരു പബ്ലിക് ഹെൽത്ത് സ്പെഷ്യലിസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് റാഗി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. എന്നാലും പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾ നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്താറില്ല. അധികം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് മാത്രമാണ് കണ്ടിട്ടുള്ളത്. റാഗി എന്ന് പറഞ്ഞാൽ കൂവരക് അല്ലെങ്കിൽ പഞ്ഞപ്പുല്ലെന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയും. വളരെയധികം കാൽസ്യവും അയൺ കണ്ടൻറ്റും വളരെയധികം കൂടുതലുള്ള ഒരു ഫുഡ്, ഒരു മില്ലറ്റ് ഇനത്തിൽപ്പെട്ട ഒരു ഫുഡാണ് ഈ റാഗി എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ദിവസേനയുള്ള ഭക്ഷണത്തിൽ കൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ വളരെയേറെ നമ്മുടെ ശരീരത്തിനും നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ ശരീരത്തിലേക്ക് ആവശ്യമുള്ള വൈറ്റമിനുകൾ നൽകുന്നതിനും വളരെയധികം നല്ലതാണ് ഈ റാഗി കഴിക്കുന്നത്, ദിവസേനയുള്ള ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് 100 ഗ്രാം റാഗി കഴിക്കുകയാണെങ്കിൽ ഏകദേശം 350 കിലോ കലോറി ഊർജ്ജമാണ് നമ്മുടെ ശരീരത്തിലെത്തുന്നത്. ഇതിന് പുറമെ ആവശ്യമുള്ള പ്രോട്ടീൻ, അതുപോലെ മാഗ്നീഷ്യം, ഫോസ്ഫറസ്, കാൽസ്യം, അയൺ ആൻഡ് പൊട്ടാസ്യം, ബി വൈറ്റമിനുകളൊക്കെ ധാരാളമായിട്ട് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല ഫൈബർ കണ്ടൻറ്റ് കൂടുതലാണ്. മലബന്ധം പോലുള്ള പ്രശ്നങ്ങളൊക്കെ അകറ്റി നിർത്തും. വിളർച്ച വരാതെ ഹെൽപ്പ് ചെയ്യുന്നതിന് സഹായിക്കും. മാത്രമല്ല ഇത് അധികം വില കൂടുതലല്ല. നമ്മുടെ കയ്യിലൊതുങ്ങുന്ന കാശിന് തന്നെ നമുക്കിത് വാങ്ങാൻ കഴിയും. റാഗി കുഞ്ഞുങ്ങൾക്ക് കുറുക്കി കൊടുക്കാം. ഇനി മുതിർന്നവർക്കാണെങ്കിൽ റാഗി കഞ്ഞിയായിട്ട് കുടിക്കാം. അതുപോലെ മറ്റുള്ള വെജിറ്റബിൾസൊക്കെ ചേർത്തിട്ട് കഞ്ഞിയായിട്ട് കുടിക്കാം. ഇനി റാഗി പൊടിച്ച് വെച്ചിട്ട് ദോശ, പുട്ട് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്കത് അതിലൂടെ ചേർത്ത് ഉപയോഗിക്കാം. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വേറൊന്നുമല്ല, നിങ്ങളുടെ ദിവസേനയുള്ള ഫുഡിൽ റാഗി ഉറപ്പായിട്ടും ഉൾപ്പെടുത്തും.